നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 2.25 കോടിയിലേറെ വില വരുന്ന കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശി പിടിയിൽ. ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. നമുക്ക് ശമ്പളം കിട്ടലില്ല. യാദർശികമായിട്ട് എല്ലാവരും ഇതിന്റെ വക്കിലെത്തിക്കാണ്. ശമ്പളം കിട്ടാതെ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ ഉണ്ണി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. കമ്പനി MD-യെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തിൽ ശമ്പളം മുടങ്ങിയിട്ട് 11 മാസം. 245 കോടി നഷ്ടത്തിലാണ് കമ്പനിയെന്ന് മന്ത്രി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി. പെൻഷൻ ഉപഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗും ഫേസ് ഓതന്റിക്കേഷനും നിർബന്ധമാക്കും. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി. വയനാട് ദുരന്തം അതിജീവിച്ചത് വലിയ പ്രചോദനം. That it has been an inspiration for me to see how Wayanad came together, to see how all those people who had lost so much in their lives continued to stand up, continued to fight. സഹായം നൽകാത്തതിൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി. വിഭാഗീയത വീണ്ടും പുകഞ്ഞ CPM. പരസ്യ പ്രതിഷേധമുണ്ടായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. തെറ്റായ പ്രവർത്തനം വച്ചു പൊറുപ്പിക്കില്ലെന്ന് MV ഗോവിന്ദൻ. അമ്പലപ്പുഴ ഏരിയ സമ്മേളന ഉദ്ഘാടനത്തിന് G സുധാകരന് ക്ഷണമില്ല. ആലപ്പുഴയിലെ CPM നേതാവ് ബിപിൻ സി ബാബു BJP-യിൽ. KS സുരേന്ദ്രനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. CPM വർഗീയ ശക്തികളുടെ പിടിയിലെന്ന് ബിപിൻ. ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ CPM നേതാക്കൾ BJP-യിൽ ചേരുമെന്ന് K സുരേന്ദ്രൻ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. ഫെൻജാൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക്. വൈകിട്ട് കരത്തൊടും. ചെന്നൈയിൽ നിന്നുള്ള 20 വിമാനങ്ങൾ റദ്ദാക്കി. വിമാനത്താവളം 7 മണിവരെ അടച്ചിടും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ. ഷിൻഡെ നാട്ടിലേക്ക് മടങ്ങി. മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ പാളുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. പരിഹാസവുമായി ഉദ്ധവ് ശിവസേന. വൻ ഭൂരിപക്ഷം കിട്ടിയ 8 ദിവസമായിട്ട് മുഖ്യമന്ത്രി എവിടെയെന്ന് സഞ്ജയ് റൌത്ത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 2.25 കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശി ഫവാസ് പിടിയിലായി. ബാഗേജിനകത്ത് 17 ബാഗുകളിലാക്കിയാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. 2.25 കോടി രൂപയുടെ കഞ്ചാവാണ് പിടികൂടിയത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ലഹരി വേട്ട ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ തുകയുടെ കഞ്ചാവ് കൂടി പിടിച്ചെടുത്തത്, ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും 2.25 കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ബാങ്കോക്കിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശിയായ ഫവാസ് ഇതിനെ തുടർന്ന് പിടിയിലാവുകയും ചെയ്തു. ബാഗേജിനകത്ത് 17 ബാഗുകളിലാക്കി കൂടിയാണ് കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സർവീസിൽ കയറിയ ശേഷവും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വകുപ്പ് തല നടപടിക്കും നിർദ്ദേശിച്ചു. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർക്ക് പെൻഷൻ വാങ്ങാൻ അവസരമൊരുക്കിയ മറ്റുദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ ഏർപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ധനമന്ത്രി KN ബാലഗോപാലും തദ്ദേശ മന്ത്രി MB രാജേഷും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.
പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോഴും ഒരാളുടെ പേര് പോലും പുറത്തുവിടാതെ സർക്കാർ. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച കോട്ടക്കൽ നഗരസഭയിലെ അനർഹരുടെ പട്ടികയും പുറത്തു വന്നിട്ടില്ല. അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസെടുക്കുമെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം. ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു. അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റ ഇൻറ്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഇങ്ങനെ പറയുമ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഗസറ്റഡ് ഓഫീസർമാരടക്കം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ്? ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? അനർഹർ ആരെന്ന് പൊതുജനം അറിയേണ്ടേ? തട്ടിപ്പ് പുറത്തു വന്ന് 3 ദിവസം പിന്നിടുമ്പോഴും പോലീസ് കേസെടുക്കാത്തതിൻ്റെ കാരണമെന്ത്? രാഷ്ട്രീയ താൽപ്പര്യം ഇതിന് പിന്നിലുണ്ടോ? ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം കഴിയാതെ പേരുകൾ പുറത്തുവിടാനാവില്ലെന്ന വിശദീകരണമാണ് സർക്കാരിന്. എന്നാൽ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് പെൻഷൻ കൈപ്പറ്റുന്ന അർഹരായവരെ കൂടി സംശയനിഴലിൽ നിർത്തുന്നതാണെന്ന കാര്യത്തിൽ സർക്കാരിനും സംശയമുണ്ടാകാൻ ഇടയില്ല. അതിനിടെ BMW ഉടമ പോലും പെൻഷൻ വാങ്ങുന്ന കോട്ടക്കലിൽ നഗരസഭ തുടർ നടപടികളിലേക്ക് കടന്നു. അനർഹരെന്ന് 2021 ധനവകുപ്പ് കണ്ടെത്തിയ 61 പേരെ നേരിട്ട് കണ്ട് പരിശോധന നടത്തും. ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. 63-ൽ 18 പേരെ നേരത്തെ ക്ഷേമ പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണമില്ലാത്തതും ഇരട്ട നീതിയല്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷവും വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. രാഷ്ട്രീയം നോക്കാതെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ സർക്കാർ രാഷ്ട്രീയമായിട്ട് കാണരുത്. ഞാൻ പറഞ്ഞ ശക്തമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും. കാരണം ഇത്രയും മുന്തിയ വരുമാനമുള്ള ഒരു 1600 രൂപ കൈയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും XOR നടപടിയെടുക്കാൻ സർക്കാർ വൈകരുത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് തൊഴിലാളികൾ പറയുന്നു. ജീവനക്കാരനായ P. ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ദുഃഖകരമാണെന്നും അതിന്റെ കാരണത്തെക്കുറിച്ച് അറിയില്ലെന്നും വ്യവസായ മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കമ്പനിയിലെ CITU യൂണിയൻ ഭാരവാഹിയായ ഉണ്ണിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായും ഉണ്ണിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു. സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ എല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD അറസ്റ്റ് ചെയ്യണം. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD പോയി കണ്ടിരുന്നു. MD കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഇത് കൊടുത്ത സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയൻ്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായി മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്കെതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല എൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. ഉണ്ണിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ് ജീവനക്കാർ. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ C. ബാബു BJPയിൽ ചേർന്നു.
കായംകുളം മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്. 2021-23 കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. CPM-ന് മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടെന്നും ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് പാർട്ടി പോയെന്നും ബിബിൻ സി ബാബു കുറ്റപ്പെടുത്തി. CPM മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് BJP-യിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. ജി സുധാകരൻ സാറിന്റെ അവസ്ഥ, അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് വരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ബിബിൻ സി ബാബുവിന്റെ കാര്യത്തിൽ തെറ്റ് കണ്ടപ്പോൾ നടപടിയെടുത്ത് തിരുത്താനാണ് പാർട്ടി ശ്രമിച്ചതെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ പ്രതികരണം. ഇങ്ങനെ വിട്ടുപോകേണ്ടിയിരുന്നില്ലെന്നും കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുന്നുണ്ടെന്നും R. നാസർ പറഞ്ഞു. കോഴിക്കോട് മുക്കത്തെ പൊതുപരിപാടിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. വയനാട്ടിൽ എന്ത് ദുരന്തമുണ്ടായാലും സഹായം നൽകില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. The Indian Constitution says treat all people in India, all regions in India, all states in India fairly. Prime Minister of India says, regardless of what tragedy Wayanad has faced, I will not give them the support that is their due. So this is the atmosphere in which we are operating. And in a sense, it is the feelings that you have and millions of other people have that give us confidence, that protect us. വയനാട് പുനരധിവാസത്തിൽ സർക്കാർ നടപടികൾക്ക് വേഗതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിട്ടിയ പണമെങ്കിലും ചെലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പിഴവ് പറ്റി. സ്പോൺസർ ചെയ്ത സ്ഥലങ്ങൾ ഇതുവരെ ഏറ്റെടുത്തില്ല. കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് പണം തരുന്നില്ല, സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്ന പണം ചെലവാക്കുന്നില്ല, കിട്ടിയ പണം ചെലവാക്കുന്നില്ല. പക്ഷെ ആർക്കും ഇപ്പോൾ വീട് പണിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്തു തന്നിട്ട് ആ സ്ഥലത്ത് വീട് വയ്ക്കാന്നാണ് പറഞ്ഞത്. ആ സ്ഥലം എടുക്കാനുള്ള നടപടികളെല്ലാം ആ മന്ദഗതിയിലാണ്. ഗുരുതരമായ കൃത്യവിലോപം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മുറിവുണങ്ങാതെ മുണ്ടക്കയും ചൂരൽമലയും ദുരന്തം പിന്നിട്ട് 4 മാസം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഇന്ന് 4 മാസം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിന്ന ദിനരാത്രങ്ങൾ പിന്നിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഇവിടുത്തെ ജനത. പുനരധിവാസം എങ്ങും എത്താതെ ഇഴയുമ്പോൾ എല്ലാ സഹായവും ഉറപ്പു നൽകിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുന്നു. ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ തുടരുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നാട്. ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടമായതും അതുവരെ സൂക്ഷിച്ചിരുന്നതെല്ലാം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായതും ഇവരുടെ ഉറക്കം കെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. വൈഫിൻ്റെ പറയുമ്പോൾ ഒരു വിഷമമാണ്. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും, ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ. ഉറങ്ങിയിട്ട് 126 ദിവസമായി. കാരണം ശരിക്കും ഒരു 1 മണി, ശരിക്കും ഒരു 1:30 ആയി കഴിഞ്ഞാൽ നെട്ടുണരും. പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല. അതിനുവേണ്ടി ഞാൻ ഉറക്കഗുളിക കഴിക്കാറുണ്ട്. കാരണം ഞാനെന്നല്ല, ആ നാട്ടിലെ ഒരു 80% പേരും ഇതുപോലെയുള്ള ജീവിതത്തിലേക്ക്, ദുരന്ത ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കിലായിരുന്നു, അവനൊന്നും അറിഞ്ഞിട്ടില്ല. മോന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സലാം പറഞ്ഞ് കിടന്ന കുട്ടിയാണ്. രാവിലെ എണീച്ചപ്പോൾ കൂടെ ഇല്ല. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു, ടീഷർട്ടിൽ ചേർത്ത് മുറുക്ക പിടിച്ചിരുന്നു. അവനും വെള്ളം അടുത്തേക്ക് എത്തിയപ്പോൾ അവനെന്തോ ചെവിയിൽ അറിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടെന്ന് അറിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ അടുത്തേക്ക് കടന്നു. അപ്പം ഞാനും അവൻ്റെ അടുത്തേക്ക് കടന്ന് അവൻ്റെ ടീഷർട്ട് മുറുക്ക പിടിച്ചു. പക്ഷെ വെള്ളം അങ്ങനെ കട്ടിലോടെ കൊണ്ടുപോയപ്പോൾ ഞാനും അങ്ങ് കമിഴ്ന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. ഉരുൾ എല്ലാം തുടച്ചെറിഞ്ഞ ആ രാത്രി നഷ്ടമായതാണ് ഈ നാടിൻ്റെ ഉറക്കം. ഇന്ന് ഇവർക്ക് ഉറങ്ങണമെങ്കിൽ മരുന്നുകളുടെ സഹായം വേണം. വേട്ടയാടുകയാണ് ഓർമ്മകൾ. പ്രിയപ്പെട്ടവരുടെ, പ്രിയങ്കരമായവയുടെ, സ്വന്തം വീടിൻ്റെ, നാടിൻ്റെ,
ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ദീർഘകാലത്തേക്ക് മാനസിക പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആ ദുരന്തമുണ്ടായ സമയങ്ങളിലാണെങ്കിൽ നമ്മളെല്ലാവരും അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടൊരു കരുതൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും തിരക്കുകളിലേക്ക് ആയിപ്പോയ സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവാൻ പറ്റുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇനിയും അവർക്കിടയിൽ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നതിലും ആഴമുള്ളതാണ് ഈ ദുരന്തം ഇവരിൽ ഏൽപ്പിച്ച മുറിവ്. പുനരധിവാസം, ബാങ്ക് വായ്പ, തൊഴിൽ, ഉപജീവനം എന്ന് തുടങ്ങി നാളെ എന്തെന്നറിയാതെ നിൽക്കുകയാണ് ഈ നാട്. സർക്കാർ പൊള്ളയായ വാക്കുകൾ കൊണ്ട് ഇവരെ ചേർത്ത് പിടിക്കരുത്. അതിവർക്ക് താങ്ങാനാകില്ല. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഉരുൾനാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് ജനജീവിതം ഇപ്പോഴും സാധാരണഗതിയിലായിട്ടില്ല. പുനരധിവാസം അടക്കമുള്ളവ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. സമരത്തിന്റെ ഭാഗമായി വിലങ്ങാട് ടൗണിൽ വ്യാപാരികൾ 1 മണിക്കൂർ കടകളടച്ച് പ്രതിഷേധിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധവും. യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, ജംഷീർ പള്ളിവയലൻ അടക്കം നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. മുനമ്പത്ത് ആർക്കും കുടിയിറക്കൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ. നോട്ടീസ് നൽകിയത് ബിസിനസ്സുകാരായ 12 പേർക്ക് മാത്രമാണ്. 12 പേർക്ക് നോട്ടീസ് നൽകിയത് 1000 എന്ന് പ്രചരിപ്പിക്കുന്നത് ഗൂഢാലോചന. കുടിയിറക്കുമെന്ന പ്രചാരണമുണ്ടായത് എങ്ങനെയെന്നറിയില്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും MK സക്കീർ പറഞ്ഞു. വഖഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അതിന്റെ രേഖകൾ വഖഫാവണം. ഡോക്യുമെന്റിലൂടെ ബോധ്യപ്പെട്ട് പരിശോധിച്ചല്ലാതെ ഒരു വസ്തുവും വഖഫാകുന്നില്ല. വല്ല കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വസ്തു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമാണ്. അതിന് മറുപടി എന്നോണം എന്തെങ്കിലും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടാനുണ്ടെങ്കിൽ സ്ഥാപിക്കാം. അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രേഖകൾ ഹാജരാക്കി അത് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് കുടിയിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ച വന്നിട്ടുള്ളത്. വീട് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ടോ ഒരു നോട്ടീസും നൽകിയിട്ടില്ല. ബിസിനസ് നടത്തുന്ന 12 പേർക്ക് അയച്ച നോട്ടീസ് കുടിയിറക്കൽ നോട്ടീസാണ് ചിത്രീകരിക്കുന്നതിനുള്ളൊരു വിഷമമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും. പുതുച്ചേരിക്ക് സമീപമാണ് ചുഴലിക്കാറ്റ് കരത്തൊടുക എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. ചെന്നൈയിൽ നിന്നുള്ള 20ഓളം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങൾ. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, വലിയ മഴക്കെടുതിയിലേക്ക് പോകുമ്പോൾ അത് താങ്ങാൻ കഴിയാത്ത ഒരു നഗരം കൂടിയാണ് ചെന്നൈ എന്ന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തെളിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ആശങ്കയുണ്ടാകാനുള്ള സാഹചര്യം. ഏത് തരത്തിൽ തമിഴ്നാട് ഭരണകൂടം സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നു? എപ്പോഴത്തേക്ക് ആയിരിക്കും ഇത് കനക്കുക എന്നാണ് വിവരം? അപർണ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു ചുഴലിക്കാറ്റ്, ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഒരു ചുഴലിക്കാറ്റ് ചെന്നൈ തീരത്തേക്ക് എത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുതുച്ചേരിക്ക് സമീപമാണ് ഇത് തീരം തൊടുക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത് അനുദിന നിമിഷം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുതുച്ചേരിയുടെ സമീപ പ്രദേശത്ത് തന്നെ ആകുമോ എന്നതിൽ ഒരു ചെറിയ സംശയമുണ്ട്. ഏതായാലും പുതുച്ചേരിയിൽ എത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 120 കിലോമീറ്ററിലാണ് ഇപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയാണ് ഈ ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പുതുച്ചേരി, ചെന്നൈ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയാണ് പെയ്യുന്നത്. ചെന്നൈയുടെ ഈ 8 തീരപ്രദേശത്തുള്ള 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഈ ചുവപ്പ് രേഖപ്പെടുത്തിയതാണ് കനത്ത മഴ പെയ്യുന്നത്. അവിടെ കനത്ത മഴ പെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ വെള്ളക്കെട്ട്, താമ്പരം, താരമണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചെന്നൈയിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ആളുകൾ ഫ്ലൈ ഓവറിന് മുകളിലേക്ക്
കാറുകൾ നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ പാളത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു കെടുതിയിലേക്ക് ചെന്നൈ ഇപ്പോൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏതായാലും ഈ ശ്രീലങ്കയിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഉത്ഭവിച്ചത്. അത് ന്യൂനമർദ്ദമായിരുന്നു. അതിനുശേഷം അതിതീവ്രമർദ്ദമായി അങ്ങനെ മാറി ഇന്നലെയാണ് ഇത് ചുഴലിക്കാറ്റിന്റെ ഒരു രൂപത്തിലേക്ക് എത്തിയത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് പ്രവചിക്കുക അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷകർക്ക് ഈ ഒരു പ്രവചനം അസാധ്യമാകുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു ദിശ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചുഴലിക്കാറ്റ് അതീവ തീവ്രമായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കര തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ഒരു വലിപ്പം, അതായത് ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ദുർബലമാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഏതായാലും സജ്ജമാണ് ചെന്നൈ. 2000-ഓളം സുരക്ഷാ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 500-ഓളം ആളുകളെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോകുന്നവരോട് അതിന് പോകരുത് എന്ന് അവരെ കരയിൽ തന്നെ സുരക്ഷിതരായി നിർത്തിയിട്ടുണ്ട്. ഈ ബോട്ട് ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികളെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും സർവ്വസജ്ജമാണ് ചെന്നൈ എന്ന് തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ പറയാം. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സന്നാഹങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സുവി വിശ്വനാഥൻ ഫിൻജാൽ ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ വകുപ്പ് വിഭജനത്തിൽ ഉപാധി വെച്ച് ശിവസേന. ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് സേനയുടെ ആവശ്യം. ധനകാര്യ വകുപ്പും സ്പീക്കർ പദവിയും ശിവസേന ആവശ്യപ്പെടുന്നു. നിലവിൽ BJP മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കടുത്ത അതൃപ്തിയുള്ള സേന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന നിലപാടിലാണ്. ഇന്നലെ ജന്മനാട്ടിലെത്തിയ ഏകനാഥ് ഷിൻഡെ ഇതുവരെ മുംബൈയിൽ മടങ്ങിയെത്തിയിട്ടില്ല. ഇതോടെ സർക്കാർ രൂപീകരണം വൈകുമെന്നും ഉറപ്പായി. ഷിൻഡെയെ അനുനയിപ്പിക്കാനുള്ള നീക്കം BJP തുടരുകയാണ്. അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളെന്ന സന്ദേശമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ആശീർവാദ പ്രഭാഷണത്തിലാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ലോകമത പാർലമെന്റ് സംഘടിപ്പിച്ചത്. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. 12 മണിവരെ 41,385 തീർത്ഥാടകരാണ് ഇന്ന് സന്നിധാനത്തെത്തിയത്. ഇന്നലെ നട അടയ്ക്കുന്നതുവരെ 80,984 പേരും ദർശനം നടത്തി. മരക്കുട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിൽ ശബരിമല തീർത്ഥാടകർക്കായി എല്ലാ ക്രമീകരണവും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം. ദിവസവും 5000-ഓളം തീർത്ഥാടകർക്ക് വേണ്ട ഒരുക്കങ്ങളാണ് ഇവിടെയുള്ളത്. അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാനും സൗകര്യം ഏർപ്പെടുത്തി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കോട്ടയത്തെ ആകാശപാതയ്ക്ക് ബലക്ഷയം. പാലക്കാട് IITയും ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററുമാണ് ബലപരിശോധന നടത്തിയത്. തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. അടിസ്ഥാന തൂണുകൾ ഒഴികെ മറ്റു തൂണുകൾക്ക് ബലക്ഷയം കണ്ടെത്തി. രാഷ്ട്രീയ വിരോധം വെച്ച് ആകാശപാതയെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് CPM. രേഖകൾ കൃത്യമായി സൂക്ഷിക്കാതെ അഴിമതിക്ക് കളമൊരുങ്ങുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധ സമരം. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് ജീവനക്കാർ കൂട്ടത്തോടെ അവധി എടുത്തിരുന്നു. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. ആധുനിക സംവിധാനങ്ങൾ ഓഫീസിലുണ്ടെങ്കിലും തണ്ടപ്പേര് രജിസ്റ്റർ ഉൾപ്പെടെ രേഖകൾ ഓൺലൈനിലേക്ക് പൂർണ്ണമായും മാറ്റിയിട്ടില്ല. ഡിജിറ്റലാക്കാൻ അവശേഷിക്കുന്ന രേഖകളുടെ വിവരം ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്നില്ലെന്ന് CPM ആരോപിക്കുന്നു. അവശ്യരേഖകൾക്ക് എത്തുന്നവരെയും വലയ്ക്കുന്നു. അഴിമതിക്ക് കളമൊരുക്കുന്നതിനാണ് ശ്രമമെന്ന് ആക്ഷേപവുമുണ്ട്. UDF ഭരണകാലത്ത് ഭൂമി തട്ടിപ്പ് നടന്ന വില്ലേജാണ് കടകംപള്ളി.
ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പഴയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതിഷേധിക്കുന്ന CPM നേതാക്കൾ പറയുന്നു. എൻ്റെ പേരിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാളെ അത് താങ്കളുടെ പേരിലാക്കുന്ന ഒരു സ്ഥിതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കരമടയ്ക്കുന്ന റെസീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ദിവസവും വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊരു തുണ്ടെഴുതി കൊടുക്കും. 10, 15, 20 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് വരാൻ പറയും. ഇങ്ങനെ നിരവധി ദിവസം നടത്തിയും മാസങ്ങളായാലും അത് നടത്തി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. MP-ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെത്തി ജനങ്ങളെ വിവിധ പരിപാടികളിൽ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക. വോട്ടർമാരോട് നന്ദി പറഞ്ഞുകൊണ്ട് നാടിനോടുള്ള സ്നേഹം, വയനാടിനോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ടുകൂടിയാണ് പ്രിയങ്ക സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും കോഴിക്കോടും വയനാടും നടക്കുന്ന സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. റോഷയുടെ തത്സമയ സംപ്രേഷണം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5910, പവന് 47,280 രൂപ. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് 18 ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ്. നമസ്കാരം. പിട്ടാപ്പിള്ളി ഏജൻസീസ് പ്രസൻസ് ന്യൂസ് 18 കേരളം ദിയ 2024. സൈജോട്ടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സൈജോട്ടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും. കോട്ടിട്ടുണ്ടല്ലോ കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ തന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും ചേട്ടാ പാത്രം കഴുകേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരി വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിൽ ഇരുന്നപ്പോഴാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. പിട്ടാപ്പിള്ളി ഏജൻസീസ് പ്രസൻസ് ന്യൂസ് 18 കേരളം ദിയ ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ അവാർഡ് 2024. Pittappilli Agencies, the most trusted name in TV, mobiles and appliances. Powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by Ponkadir. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. And Reliance Industries Limited. Special partners Maharani Wedding Collections. Brides of Maharani.
Wedding festival from Maharani Wedding Collections, Todupuzha. Every bride is a Maharani. Petra Steel Doors. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. And Vinco's Curry Powder. വിൻകോസ് മസാലകൾ കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. Travel partner Switrus Holidays Private Limited. സ്വിട്രസ് യൂറോപ്യൻ ഗ്രൂപ്പ് ടൂറുകൾ ഇനി എല്ലാ ആഴ്ചയിലും. In association with UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. Sunidra, the joy of good sleep. MyG Future. Future is smart.